വരുവിൻ, നമുക്കവിടുത്തെ മുട്ടുകുത്തി ആരാധിക്കാം. നമ്മുടെ രക്ഷാശിലയുടെ പാദപീഠം നമുക്ക് വണങ്ങാം. ഈശോയുടെ മുൻപിൽ കൂപ്പുകരങ്ങളോടെ നമുക്കായിരിക്കാം. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, ദൈവീക മേഖല തുറക്കപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവകാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാകും. എന്നെ അനുഗമിക്കുക എന്ന സ്വരത്തിന് എല്ലാം വിട്ട് അതേ കർത്താവേ എന്ന് പറയാനുള്ള ധൈര്യം കിട്ടിയവരാണ് ഓരോ സമർപ്പിതരും. മത്സ്യബന്ധനം വിട്ട് മനുഷ്യാത്മാക്കളെ നേടുവാനുള്ള ഒരു പുറപ്പെടൽ. ഏലിയാ, ഏലിയാ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. മാമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രാഹത്തിന്റെ ദൈവം, യാബോക്ക് കടൽ തീരത്തിറങ്ങി വന്ന യാക്കോബിന്റെ സർവശക്തനാം ദൈവം, സീനായ് മലയിൽ അഗ്നി ഇറക്കിയ ദൈവം, കാർമൽ മലയിൽ ഇറങ്ങി വന്ന് തീയിട്ട ഏലിയാവിന്റെ ദൈവം, ഹോറബ് മലയിൽ തീയെരിയിച്ച മോശയുടെ ദൈവം, ഇതാ സർവശക്തനാം ദൈവം നമ്മോട് കൂടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിക്കാം. ഒരു ജീവിതം മുഴുവൻ ഈശോയ്ക്ക് തീരെഴുതി കൊടുക്കുവാൻ, അൾത്താരയിൽ ഒപ്പുവെച്ച ഒരു ജീവിതം നയിക്കുവാൻ ദൈവം കനിഞ്ഞു നൽകിയ ശ്രേഷ്ഠമായ ദൈവവിളിയെ ഓർത്ത് നമുക്കവിടത്തോട് നന്ദി പറയാം. ആട്ടിടയനായ ദാവീദിനെ സിംഹാസനത്തിലിരുത്തിയ ദൈവം, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത സ്ത്രീഹന്മാർക്ക് വലതുവശത്തേക്ക് നീക്കി വലയിറക്കുക എന്ന ആഹ്വാനം നൽകിയ സർവശക്തനായ ഈശോ, ഇതാ നമ്മുടെ ദൈവം നമ്മോട് കൂടെ. നമ്മെ ഓരോരുത്തരെയും ഈ മണിക്കൂറിൽ ഈശോയുടെ തിരുരക്തത്താൽ കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സകല സമർപ്പിതരെയും ഈ ആരാധനയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ലോകമെമ്പാടുമുള്ള സകല ജനപദങ്ങളോട് ചേർന്ന് ലോക സുവിശേഷവൽക്കരണത്തിൽ 5 വൻകരകളിലായി സാക്ഷ്യം വഹിക്കുന്ന സകല സമർപ്പിതരോടും ചേർന്ന് ദൈവം തന്ന, ദൈവം കാലത്തിൻ്റെ പൂർണ്ണതയിൽ നൽകിയ ദൈവവിളി എന്ന അമൂല്യ ദാനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. എത്രയെത്ര ജീവിതങ്ങളിൽ എണ്ണ പകർന്ന് ജീവിതത്തിൻ്റെ കെടാവിളക്കുകൾ കെട്ടുപോകാൻ അനുവദിക്കാതെ ഈശോ അവരിലൂടെ പ്രവർത്തിച്ചു. നന്ദി കർത്താവേ, ഹൃദയപൂർവ്വം നന്ദി എന്ന ഹൃദയതാളത്തോടെ ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുവാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദി പറയാം. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കറകൂടാതെ ജീവിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചന നടത്താത്തവനും ആ കൂടാരത്തിൽ ഒരായുസ് മുഴുവൻ പാർക്കുവാൻ കുരുകിൽ പക്ഷി തങ്ങളുടെ കുഞ്ഞിനൊരു കൂടും മീവൽ പക്ഷി തങ്ങളുടെ കുഞ്ഞിനൊരു സങ്കേതവും കണ്ടെത്തിയതുപോലെ ഇതാ രാപ്പാർക്കാൻ സന്യാസഗേഹത്തിൻ്റെ വാതിലുകൾ തുറന്നു തന്ന് വിശുദ്ധിയുടെ സുഗന്ധം തങ്ങി നിൽക്കുന്ന ഒരു സന്യാസ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ, ഒരായുസ് മുഴുവൻ നേദിക്കുവാൻ ദൈവം കാണിച്ച മഹാകാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ രണ്ടും യാചനാപൂർവം പിടിച്ച് സകല സമർപ്പിതരോടും ചേർന്ന് നമുക്ക് നമ്മുടെ നാഥനെ വാഴ്ത്താം. വാഴുന്നതിനോ പാവനമാം നിൻ മാമലയെങ്കിൽ പാർക്കുന്നതിനോ
ഈ സമർപ്പിത ദിനത്തിൽ സമർപ്പിതരിലൂടെ വന്നുപോയ എല്ലാ അവിശ്വസ്തതകൾക്കും ദൈവ തിരുമുൻപിൽ നമുക്ക് മാപ്പിരക്കാം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. എൻ്റെ മകളെ ചെവി ചായ്ച്ച് കേൾക്കുക, ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ അഴകിൽ അനുരക്തനാകും. അവൻ നിന്റെ നാഥനാണ്, നീ അവനെ വണങ്ങുക. ടൈർ നിവാസികൾ നിന്റെ പ്രീതി കാംക്ഷിച്ച് നിനക്കുപഹാരങ്ങൾ സമർപ്പിക്കും. സമ്പന്നന്മാർ തങ്ങളുടെ സമ്പത്തെല്ലാം നിനക്ക് കാഴ്ചവെക്കും. രാജ്ഞി സ്വർണ്ണക്കസവുടയാട ചാർത്തി അന്തഃപുരത്തിലിരിക്കുന്നു. തോഴികളായ കന്യകമാർ അവൾക്കകമ്പടി സേവിക്കും. ആനന്ദ നിർഭരരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. ദിവ്യകാരുണീശോയെ, ഉപേക്ഷയിലെ സ്വാതന്ത്ര്യം, ഉപേക്ഷയിലെ മാധുര്യം എത്രയധികമെന്ന് അനുഭവിച്ചറിയുവാൻ വ്രതബദ്ധ ജീവിതത്തിലൂടെ ഞങ്ങളെ തന്നെ അങ്ങുമായി ഒന്നിച്ചു ചേർത്ത ഞങ്ങൾ ഈ സമയം അങ്ങയുടെ തിരുമുൻപിൽ കൂപ്പുകരങ്ങളോടെ ആയിരിക്കുന്നു. ഒരു കല്ലേറ് ദൂരം മാറി അവൻ പ്രാർത്ഥിച്ചു. ഒരു കല്ലേറ് ദൂരം മാറി, ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും മാറി, തിരുസന്നിധിയിൽ ഞങ്ങൾ ചെലവഴിക്കേണ്ടതായ സമയങ്ങൾ, ഏൽപ്പിക്കപ്പെട്ട പ്രേക്ഷിത മണ്ഡലങ്ങൾ ദൈവ തിരുമുൻപിൽ നമുക്ക് ഈ സമയം അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. അങ്ങേക്കും അങ്ങേ ജനത്തിനും വേണ്ടി എന്ന് പറഞ്ഞ് ഒരായുസ് മുഴുവൻ ഈശോയ്ക്ക് അർപ്പിതമാകുവാൻ ഭാഗ്യം കിട്ടിയിട്ടും ഇടറിപ്പോയവരെ പ്രോത്സാഹിപ്പിച്ച് കരകയറ്റുവാൻ അനേക അവസരങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും ദൈവമേ, ഞങ്ങൾ പലപ്പോഴും ലാഘവത്തോടെ വഴിമാറി നടന്നു. ദൈവത്തിനു മുൻപിൽ സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവകാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദാവീദ് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ അവിശ്വസ്തതകൾ ഓർത്ത് ഏങ്ങലടികളോടെ ദൈവത്തിനു മുൻപിൽ വ്യാപരിച്ചു. അപ്പാ, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത്. എന്തെന്നാൽ ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണല്ലോ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്ത് കളയരുതേ. സോപ്പാ കൊണ്ട് എന്നെ തളിക്കണമേ. ഞാൻ ശുദ്ധിയുള്ളവനാകട്ടെ. യേശുവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ഈ സമയം കഴുകി വിശുദ്ധീകരിച്ച് വെടിപ്പാക്കി വിശുദ്ധിയുടെ എല്ലാ വഴികളിലേക്കും കർത്താവേ ഞങ്ങളെ ഒരിക്കൽ കൂടെ അവിടുന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായവ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യത്തക്ക വിധം എല്ലാ സമർപ്പിത മനസ്സുകളെയും ബലപ്പെടുത്തുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ, കരുണാനിധി, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ, കരുണാനിധി, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. തിരുസഭാഗാത്രത്തെ പടുത്തുയർത്തുവാൻ ദൈവം തന്ന ശ്രേഷ്ഠമായ ഈ വിളിയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. എത്ര തലമുറകളെ കയ്യിൽ കരുതിയ എണ്ണയും കണ്ണിൽ കരുതിയ കാരുണ്യവും കൊണ്ട് രക്ഷിക്കുവാൻ, നല്ല വഴി കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു.
ഈശോയെ, ഞങ്ങളുടെ ജീവിതം പാഴായി പോയിട്ടില്ല. ഞങ്ങളുടെ ജീവിതം വെറുതെ ആയില്ല. ദൈവവിളി എന്ന അമൂല്യമായ ദാനം സ്വീകരിക്കുവാൻ ഞങ്ങളെ വളർത്തി ദൈവവിളിയുടെ വിത്ത് പാകിയ പ്രിയ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും, ദൈവവിളിക്കായി ഞങ്ങളെ ക്ഷണിച്ച എല്ലാവരെയും ഞങ്ങൾ ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തിൽ അവരുടെ വിളികളിലും അനിശ്ചിതത്വവും ഇടർച്ചയുമെല്ലാം ഉണ്ടായി. എങ്കിലും അവർ ദൈവകാരുണ്യം യാചിച്ചുകൊണ്ട് ദൈവത്തെ നേർക്കുനേർ കണ്ടുമുട്ടത്തക്ക വിധം ദൈവസ്നേഹത്തിൽ ലയിച്ചു. പഴയ നിയമത്തിലുടനീളം ദൈവം ഇസ്രായേലിനെ പരിപാലിച്ച വിധങ്ങൾ, മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാനാവുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവന്റെയും ദൈവം അവിടുന്നാണ്. ഇതാ, ദൈവത്തിന് ഞങ്ങളെ പൂർണ്ണമായും കൈയാളിക്കുവാൻ ഞങ്ങൾക്ക് തന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത്, ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ദൈവോർമ്മയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല വഴികളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായത്തിന്റെ ഹെഡിങ് കൊടുങ്കാറ്റും കപ്പൽ നാശവും എന്നാണ്. എന്നാൽ കൊടുങ്കാറ്റിലൂടെയും കപ്പൽ നാശത്തിലൂടെയും പൗലോസ്ലീഹ ഈശോയെ കണ്ടുമുട്ടുകയാണ്. ജീവിതത്തിൽ ധാരാളം കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് നാം. പൗലോസ്ലീഹായുടെ ആ യാത്രയിൽ കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും തെക്ക് കിഴക്കൻ കാറ്റും വടക്ക് പടിഞ്ഞാറൻ കാറ്റും നിർദാക്ഷിണ്യം ആ യാത്രയിൽ ആ കപ്പലിലേക്ക് ആഞ്ഞാഞ്ഞടിച്ചു. കപ്പലിലുള്ള ഭക്ഷണ സാധനങ്ങൾ പോലും പുറത്തേക്ക് എറിഞ്ഞിട്ടും ആ കാറ്റ് ശമിച്ചില്ല. എന്നാൽ എല്ലാവരും ഭയപ്പെട്ട് നിലവിളിക്കുമ്പോൾ പൗലോസ്ലീഹ അവരോട് പറയുകയാണ്, എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ദൂതൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. പൗലോസ്, നീ ഭയപ്പെടേണ്ട. സീസറിന്റെ മുൻപിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നിന്നോടൊപ്പമുള്ള യാത്രക്കാരെയും ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. അങ്ങനെ കൊടുങ്കാറ്റിൽ കപ്പൽ നശിച്ച് ഒരു പലകയിലും കപ്പലിന്റെ അവശിഷ്ടത്തിലും പിടിച്ച് അവർ ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു. മാൾട്ടാ ദ്വീപിലെത്തിയ അവർ ചുള്ളിക്കമ്പുകൾ കൂട്ടിയിട്ട് തീ കത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരണലിപ്പാമ്പ് പൗലോസിന്റെ കയ്യിൽ തൂങ്ങി. എന്നാൽ അതിനെ കുടഞ്ഞ് ആ തീയിലേക്കെറിഞ്ഞ് പൗലോസ് തൻ്റെ ജീവിത സാക്ഷ്യം അവരുടെ മുൻപിൽ പ്രഖ്യാപിക്കുകയാണ്. ജീവിതത്തിൻ്റെ അനേക പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് ക്രൂശിതന്റെ മണവാട്ടിമാരായ നാം ഓരോരുത്തരും. കാരിരുമ്പാണികൾ നിർദാക്ഷിണ്യം അടിച്ചടിച്ച് കയറ്റിയപ്പോഴും സ്നേഹമല്ലാതെ, ഔദാര്യമല്ലാതെ, കരുണയുടെ വാക്കുകളല്ലാതെ ആ അധരത്തിൽ നിന്നും മറ്റൊന്നും പുറത്തേക്ക് വന്നില്ല. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടതായ ശുശ്രൂഷ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ അങ്ങയുടെ സാന്നിധ്യത്തിന് സാധിക്കുമെന്ന് എത്ര തലമുറകളോട് പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് അവസരം തന്നു. സക്കേവൂസ്, നീ വേഗം താഴെ ഇറങ്ങി വരിക, എനിക്കിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടിയിരിക്കുന്നു. മാനസാന്തരം ആവശ്യമുള്ള അനേക ജനപദങ്ങളെ ഇതിനോടകം നാം കണ്ടെത്തി കഴിഞ്ഞു. ഏതൊരു കുടുംബത്തിൻ്റെയും ഭാഗമായി തീർന്ന് ആ കുടുംബത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഓരോ സമർപ്പിതർക്കും ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. നിറമില്ലാത്ത
വീര്യമില്ലാത്ത, സുഗന്ധമില്ലാത്ത, ലഹരിയില്ലാത്ത വെറും പച്ചവെള്ളം. അതിൻ്റെ ഉടമസ്ഥനെ കണ്ടപ്പോൾ, ഉടമസ്ഥന്റെ സ്വരം കേട്ടപ്പോൾ, നിറമുള്ള, വീര്യമുള്ള, സുഗന്ധമുള്ള, ലഹരിയുള്ള പുതുവീഞ്ഞായി തീർന്നെങ്കിൽ, ഇതാ ഉടമസ്ഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈശോയുടെ കരുണയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. മണവാട്ടി, മണവാളൻ, ദൈവമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ മണവാളൻ അങ്ങ് മാത്രമാണ്. നമ്മുടെ കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ കുടുംബത്തിൽ നിന്നും ലഭിച്ച, നിന്റെ തറവാട്ടിൽ നിന്നും ലഭിച്ച ദൈവവിളി എന്ന അമൂല്യ ദാനത്തെ ഓർത്ത് ഈ ശ്രേഷ്ഠ ദാനത്തിന് എങ്ങനെ ഈ ഒരായുസിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാനാവും? തലമുറകളുടെ പ്രാർത്ഥനയുടെ ഫലം, തലമുറയുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ ഫലം. ഈശോയെ, ഞങ്ങൾക്ക് മുൻപേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ എത്രയോ പേരുണ്ട്. ഈ അർപ്പിത വഴി എത്ര ശ്രേഷ്ഠമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ വേണ്ടി അങ്ങ് എത്രയെത്ര അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചു. നന്ദി കർത്താവേ, നന്ദി. ഈ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മറ്റൊരു തലമുറയ്ക്ക് കൈമാറുവാൻ അവിടുന്ന് ഞങ്ങളെ വീണ്ടും ക്ഷണിക്കുകയാണ്. എഴുതി തീർന്ന ഒരു ചരിത്രമല്ല, ഇനിയും വരും തലമുറയ്ക്ക് വേണ്ടി എഴുതി തീർക്കേണ്ട ഒരു ചരിത്രം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. തിരുസഭാ മാതാവിനോട് ചേർന്ന് ദൈവവിളി എന്ന അമൂല്യ ദാനം നൽകി ഈ തെരഞ്ഞെടുപ്പ് എത്ര മനോജ്ഞം, എത്ര ശ്രേഷ്ഠം, എത്ര മഹത്തരം. ദൈവമേ, അങ്ങയുടെ ഈ തെരഞ്ഞെടുപ്പ് നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. എന്തെന്നാൽ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. അവിടെ ദൈവം വസിക്കുന്നതിനാൽ അതിന് ഇളക്കം തട്ടുകയില്ല. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എൻ്റെ ആത്മാവേ, നീ എന്തിനാകുലപ്പെടുന്നു? എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിച്ചുഴലുന്നു? നീ ദൈവത്തിൽ ശരണം വയ്ക്കുക. എൻ്റെ സഹായവും എൻ്റെ ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. സമർപ്പിത ജീവിതം തിരുസഭാമാതാവിൻ്റെ സ്വരവും കരവും ഹൃദയവുമാണ്. സമർപ്പിത ജീവിതം പുറംപോക്കിലുള്ളതല്ല, സഭയുടെ ഹൃദയമാണത്. ഇതാ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി പറഞ്ഞു, ഞാൻ തിരുസഭയുടെ വീരപുത്രിയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞു, ഞാൻ തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമായി തുടിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞു, കണ്ണിൽ കണ്ട നന്മയൊക്കെയും എനിക്ക് ചെയ്യണം. കർത്താവ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവുമാണ്. ഒരു ലോക മണവാളന് തൻ്റെ മണവാട്ടിയെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ മോക്ഷ മണവാളനായ ഈശോ മിശിഹായ്ക്ക് നിങ്ങളുടെ അകത്തും നിങ്ങളുടെ പുറത്തും എന്താണ് ആവശ്യമെന്ന് അന്വേഷിച്ചറിഞ്ഞ് കണ്ടെത്തി നിറവേറ്റി തരാൻ സാധിക്കും. ഓ എൻ്റെ തമ്പുരാൻ്റെയും കർത്താവിൻ്റെയും മണവാട്ടികളായ മഹാരാജ സ്ത്രീകളെ, നിങ്ങൾ കരേറിയിരിക്കുന്ന അന്തസ് എത്ര ഉയരപ്പെട്ടതും എത്ര സ്തുതിക്കപ്പെട്ടതുമാണ്. വിശുദ്ധിയുടെ സുഗന്ധം തിങ്ങി നിൽക്കുന്ന കേരള സഭ. വിശുദ്ധ അൽഫോൻസാമ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. പുഞ്ചിരി ഒരു തിരിവെട്ടമാണ്. കാണുന്ന സകലരെയും നോക്കി പുഞ്ചിരിക്കാൻ വിഷമം തോന്നുമ്പോഴും പുഞ്ചിരിക്കുക, അതെൻ്റെ ഒരു പതിവാണ്. വിശുദ്ധ യൂപ്രാസ്യാമ്മ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, മനുഷ്യ ഹൃദയങ്ങളിൽ അങ്ങ് തിരസ്കൃതനാകുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് പാർപ്പിടം കണ്ടെത്തണമേ. സ്നേഹയോഗ്യനായ ഈശോയെ, മാധുര്യവാനായ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേക്കായി മാത്രം കത്തിപ്രകാശിക്കുന്ന ഒരു വിളക്കായി അങ്ങ് നേദിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പറഞ്ഞു, കർത്താവേ, എനിക്ക് ആത്മാക്കളെ തരിക,
എനിക്ക് മറ്റൊന്നും വേണ്ട. എൻ്റെ ആരോഗ്യം അങ്ങ് എടുത്തുകൊള്ളുക, എൻ്റെ സൗന്ദര്യം, എൻ്റെ കഴിവുകൾ അങ്ങ് എടുത്തുകൊള്ളുക. എനിക്കൊന്നു മാത്രം മതി. എനിക്ക് ആത്മാക്കളെ തരിക. വിശുദ്ധ മദർ മറിയം ത്രേസ്യ കുടുംബ സന്ദർശനത്തിലൂടെ എത്രയെത്ര കുടുംബങ്ങളെയാണ് ദൈവത്തിലേക്ക് ആനയിച്ചത്. വിശുദ്ധ ദേവസഹായം എത്രയധികമായി താൻ കണ്ടുമുട്ടിയ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി. രക്തം കൊണ്ട് വിശുദ്ധൻ വിശ്വാസത്തിന് മകുടം ചാർത്തി. ഞങ്ങൾ പാർക്കുന്ന ഞങ്ങളുടെ ആലയത്തിലും വിശ്വാസത്തിന് വേണ്ടി പടപൊരുതുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അറിയപ്പെടാത്ത എത്രയോ വിശുദ്ധർ ഇതിനോടകം കടന്നുപോയി കഴിഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എത്ര കാരാഗ്രഹങ്ങളെ തുറക്കുവാൻ സാധിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എത്ര കുടുംബ വഴക്കുകൾ പരിഹരിക്കാൻ സാധിക്കും. ഞങ്ങളുടെ സാന്നിധ്യത്തിന് എത്രയോ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തുവാൻ സാധിക്കും. ഒരു സമർപ്പിത 2 പ്രാവശ്യം അടുപ്പിച്ച് എൻ്റെ വീട്ടിലൊന്ന് കടന്നു വന്നിരുന്നെങ്കിൽ എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്നതാണത്. സമർപ്പിതരുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ സ്വർഗം തുറന്നിരിക്കും. ജീവനും ജീവിതവും ദൈവത്തിന് വേണ്ടി തീരെഴുതി കൊടുത്തവർ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഭൂമിയിൽ ദൈവത്തിൻ്റെ മാതൃഭാവം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുവാൻ ദൈവം നൽകിയ ശ്രേഷ്ഠമായ വിളി. ബെൽഷാസ്സർ രാജാവ് ജെറുസലേം ദേവാലയത്തിൽ നിന്നും കട്ടുകൊണ്ടുവന്ന പാത്രങ്ങൾ ഉപയോഗിച്ച് പ്രഭുക്കന്മാർക്ക് ഭക്ഷണം കൊടുത്ത് ഉല്ലസിക്കുമ്പോൾ ഇതാ ഒരു കൈപ്പത്തി, ഒരു ലിഖിതം എന്തോ ഭിത്തിയിൽ എഴുതുകയാണ്. ഒരു കൈപ്പത്തി എഴുതിയ ലിഖിതം, അതിൻ്റെ അർത്ഥം ആർക്കും വായിക്കാനായില്ല. തെളിഞ്ഞ ബുദ്ധിയും സ്വർഗീയ ജ്ഞാനവും നിറഞ്ഞ ദാനിയേലിനെ വിളിച്ചുകൊണ്ടുവന്നു. ദാനിയേൽ കൈപ്പത്തി ലിഖിതം ഇപ്രകാരം വായിച്ചു: മേനേ മേനേ തേക്കേൽ പാർസിൻ. അതിൻ്റെ അർത്ഥം, രാജാവേ, മഹാരാജാവേ, ഇതാ നിന്റെ രാജ്യത്വത്തിൻ്റെ നാളുകൾ ഞാൻ കാണുകയും അവ എണ്ണുകയും അവയ്ക്ക് അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്നെ ഞാൻ തുലാസിൽ തൂക്കി നോക്കിയിരിക്കുന്നു. നിന്നെ കുറവുള്ളവനായി കണ്ട് രാജധാനിയിൽ നിന്നും നിന്നെ ഞാൻ ബഹിഷ്കരിക്കും. ദുഃഖിതനായ രാജാവിനോട് ദാനിയേൽ വീണ്ടും സംസാരിച്ചു: ഇതാ രാജാവേ, മഹാരാജാവേ, നിന്റെ രാജ്യത്വത്തിൻ്റെ നാളുകൾ ഞാൻ കാണുകയും എണ്ണുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയം, ആ ഹൃദയത്തുടുപ്പിനോടൊപ്പം ആ കണ്ണ് നമ്മെ കാണുന്നു. നമ്മുടെ ഓരോ ചുവടടികളിലും അവൻ്റെ പാദമുദ്രകളും പതിഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഒരായുസ് മുഴുവൻ അങ്ങേക്ക് തരുവാൻ ഭാഗ്യം കിട്ടിയ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാണനോളം വില കൊടുത്ത് രക്തസാക്ഷിത്വത്തോളം നിന്റെ മുന്നണി പോരാളികളായി മാറുവാൻ, ദൈവരാജ്യം ലോകമെങ്ങും പ്രസരിപ്പിക്കുന്ന ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ലോകമെമ്പാടുമുള്ള സകല സമർപ്പിതരെയും ദൈവകാരുണ്യത്തിലേക്ക് നമുക്ക് ഈ സമയം സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം നമ്മിലേക്ക് ചൊരിയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്കിങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം: കർത്താവ് അവന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് അവന്റെ മേൽ പുതിയ അഭിഷേക തൈലം ഒഴിച്ചു. കർത്താവേ, ഞാൻ വീഴുന്നു എന്ന് വിചാരിച്ചപ്പോഴേക്കും അങ്ങയുടെ വലം കൈ എന്നെ താങ്ങി നിർത്തി. അപ്പനും
അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്റെ കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. നിന്നെ ഞാൻ എന്റെ മുദ്രമോതിരം പോലെയാക്കും. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ. അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങ് എന്നെ സ്നേഹിക്കും പോലെ എനിക്ക് അങ്ങയെ സ്നേഹിക്കുവാൻ കൃപ തരണമേ. എന്റെ ഈശോയെ അങ്ങ് എന്നെ സ്നേഹിക്കും പോലെ എനിക്ക് അങ്ങയെ സ്നേഹിക്കുവാൻ കൃപ തരണമേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 116 അധ്യായം 16 വചനം ഇങ്ങനെയാണ് പറയുക: കർത്താവേ, ഞാൻ അവിടുത്തെ ദാസനും ദാസിയുടെ പുത്രനുമാണ്. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഈ ആരാധനയുടെ സമാപനത്തിൽ ഈശോയുടെ കാരുണ്യത്തിലേക്ക് ലോകമെമ്പാടുമുള്ള സകല സമർപ്പിതരെയും സകല മക്കളെയും നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയായി ദൈവം അനുഗ്രഹം കൊടുത്തുവെന്ന് ജോബിൻ്റെ പുസ്തകം ജോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 4 ഇരട്ടിയായി ദൈവം സമ്മാനം കൊടുത്തതായി ജോബിൻ്റെ പുസ്തകം 42 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് ഈ സമയം ഈശോയുടെ കരുണയിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിക്കാം. സന്യാസ ജീവിതം ഒരു നഷ്ടമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മുഴുവനായി ജീവിക്കാനുള്ള ഒരു ഭാഗ്യമാണ്. ഈ ഭാഗ്യം കിട്ടിയ നമുക്ക് ധൃതിപ്പെട്ടോടാം. നിഴലുകൾ കടന്നു പോകുന്നു,
ലോകത്തിൻ്റെ രൂപവും ഭാവവും മാറി മറിയുന്നു. നമുക്കുണരാം, ഈ കാലഘട്ടത്തെ ഉണർത്താം. ലോകം നമ്മോട് ചോദിക്കുന്നു, എന്തിനാണ് ഈ സമർപ്പിത ജീവിതം? ദൈവം എല്ലാറ്റിനും ഉപരിയാണ്. ഗോഡ് ഈസ് എബവ് ഓൾ. ദൈവം എല്ലാത്തിനും ഉപരിയായിരിക്കുന്നു. കർത്താവേ, ഈ സമർപ്പിത ജീവിതത്തിൻ്റെ ആനന്ദം അടുത്ത തലമുറയ്ക്ക് കൈമാറത്തക്ക വിധം എല്ലാ സമർപ്പിതരിലും അങ്ങ് എപ്പോഴും വാണരുളണമേ എന്നും സമർപ്പിത ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാനുള്ള ദൈവകരുണ എല്ലാവരിലേക്കും ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോഷുവ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. അവൻ ദൈവത്തിരുമുൻപിൽ വിനയപ്പെട്ട് പ്രാർത്ഥിച്ചു. തൻ്റെ ഭയവും തൻ്റെ വെപ്രാളവുമെല്ലാം ദൈവത്തിരുമുൻപിൽ ചൊരിഞ്ഞ ജോഷുവയോട് കർത്താവ് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. പ്രിയ സമർപ്പിതരെ, നമ്മോടുള്ള ദൈവത്തിൻ്റെ ദൂതാണിത്. ആഴത്തിലേക്ക് നീക്കി വലയിറക്കാനുള്ള നമ്മുടെ ഈ പുറപ്പാടിൽ കർത്താവ് പറയുന്നു, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാ, അധ്യായങ്ങൾ പിന്നിട്ട് ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായമായപ്പോൾ പ്രാർത്ഥിച്ച ജോഷുവയുടെ മുൻപിൽ സൂര്യനും ചന്ദ്രനും അനുസരണത്തോടെ നിലകൊള്ളുകയാണ്. ജോഷുവ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം അവർ കേൾക്കെ അവൻ പറഞ്ഞു, സൂര്യ, നീ ഗിബയോനിൽ നിശ്ചലനായി നിൽക്കുക, ചന്ദ്ര, നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക. എന്താധികാരികതയോടെയാണ് ദൈവപുരുഷൻ സംസാരിച്ചത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അധികാരം, ദൈവിക അധികാരം കൈയാളത്തക്ക വിധം ദൈവ കരുണ പ്രാപിക്കുവാൻ, ഒരു ജീവിതം മുഴുവൻ വിശ്വസ്തമായി തുടരുവാനുള്ള കൃപയാചിക്കാം. ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന നിലയിലുള്ള എൻ്റെ സ്വാധീന ശക്തി ഞാൻ ഗൗരവമായി എടുക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടും, അനുഗ്രഹങ്ങൾ വാരി വിതറപ്പെടും. ദ സ്പൗസ് ഓഫ് ക്രൈസ്റ്റ് ക്യാൻ ചേഞ്ച് ദ ഡെസ്റ്റിനി. ക്രിസ്തുവിൻ്റെ മണവാട്ടിക്ക് വിധിയെപ്പോലും മാറ്റി നിർത്താൻ സാധിക്കും. ദ സ്പൗസ് ഓഫ് ക്രൈസ്റ്റ് ക്യാൻ ചേഞ്ച് ദ ഡെസ്റ്റിനി. കരങ്ങൾ നമുക്കൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. സാധിക്കുന്നവരൊക്കെ ഇപ്പോൾ മുട്ടിന്മേലായിരിക്കട്ടെ. ലോകം മുഴുവനെയും ദൈവകാരുണ്യത്തിൽ അർപ്പിക്കാം. മോശ, തെരഞ്ഞെടുക്കപ്പെട്ട മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജനത്തിന് വിജയമായിരുന്നു. ഇതാ, അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് 5 വൻകരകളിലും ദൈവരാജ്യത്തിൻ്റെ തീ ഇറക്കത്തക്ക വിധം ദൈവകരുണ പ്രാപിച്ചു. പരിശുദ്ധ അമ്മ സമർപ്പിതരുടെ രാജ്ഞിയാണ്. അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിനായി ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ സമയം തിരുസഭാഗാത്രത്തെ മുഴുവനും നമുക്ക് ദൈവകാരുണ്യത്തിൽ അർപ്പിക്കാം. തിരുസഭയിൽ കാലാകാലങ്ങളിൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠതരമായ എല്ലാ ദൈവവിളികളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. തിരുസഭയ്ക്ക് വേണ്ടി, തിരുസഭയുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പരിശുദ്ധ പിതാവിൻ്റെ സകല നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സഭയിൽ ഇന്നോളം ചൊരിഞ്ഞ സകല ദൈവവിളികളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവകാരുണ്യത്തിൽ നമുക്ക് അർപ്പിക്കാം. കുടുംബമാണ് ദൈവവിളിയുടെ ഈറ്റില്ലം. കുടുംബത്തിലെ ഓരോ അംഗത്തെയും, വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവകാരുണ്യത്തിൽ അർപ്പിക്കാം. അവരുടെ വിരിച്ച കരങ്ങളും അവരുടെ മുട്ടിലെ തഴമ്പും നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പിത ജീവിതത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കുന്നു. വിശുദ്ധിയുടെ വിളനിലമായി ഗാർഹിക സഭയായ കുടുംബത്തെ മാറ്റണമേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ നിന്നും ഇനിയും നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ എല്ലാ യുവതി യുവാക്കന്മാരെയും ഈശോയുടെ കാരുണ്യത്തിലെ നമുക്ക് അർപ്പിക്കാം. എല്ലാ മക്കളെയും ദൈവഭയത്തിൽ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ മാതാപിതാക്കന്മാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശദ്രാഖ്, മെഷാഖ്, അബദ്നെഗോ
നിങ്ങൾ സേവിക്കുന്ന നിങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനായിരുന്നുവോ? അതേ കർത്താവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനായിരുന്നു. ഫ്രാൻസിസ് പാപ്പ പറയുന്നു, സന്യാസ ജീവിതത്തിൻ്റെ ശ്വാസം അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാത്ത സമർപ്പിത ജീവിതം അത് വരണ്ട മരുഭൂമി പോലെയാണ്. സന്യാസികൾ സഭയുടെ അലങ്കാരമല്ല, അവർ സഭയുടെ പ്രവചന ശബ്ദമാണ്. എല്ലാ യുവജനങ്ങളെയും നമുക്ക് ദൈവകാരുണ്യത്തിൽ അർപ്പിക്കാം. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിയമനം ലഭിക്കത്തക്ക വിധം ദൈവമേ, യുവജനങ്ങളുടെ മേൽ അഭിഷേകത്തിൻ്റെ അഗ്നി വർഷിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. എല്ലാ കോൺഗ്രിഗേഷനുകളെയും, വിവിധങ്ങളായ സന്യാസിനി സമൂഹങ്ങളെ, പ്രത്യേക നിയോഗങ്ങളെ, വിവിധ സമർപ്പിതരെ, ഫോർമേഷൻ്റെ വിവിധ ഘട്ടത്തിലായിരിക്കുന്ന പ്രിയ സമർപ്പിത ജീവിതം ആഗ്രഹിച്ച് കടന്നു വന്നിട്ടുള്ളവരെ എല്ലാം നമുക്ക് ദൈവകാരുണ്യത്തിൽ അർപ്പിക്കാം. അങ്ങയുടെ കരുണയാൽ സകലരും സകലതും നിറയപ്പെടട്ടെ. കരങ്ങൾ രണ്ടും ഈശോയുടെ പക്കലേക്ക് നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇന്നോളം ദൈവം നമുക്ക് തന്ന ദൈവവിളികൾ, നമ്മുടെ കോൺഗ്രിഗേഷനുകളിലേക്ക് ആഗോള സഭയ്ക്ക് നൽകിയ മഹത്തരമായ ദൈവവിളികൾ എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തുകയില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, എൻ്റെ ആത്മാവേ നീ കർത്താവിനെ മഹത്വപ്പെടുത്തുക, എൻ്റെ അന്തരംഗമേ അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും നീ മറന്നു കളയരുത്. ഈശോയെ, ഞങ്ങളുടെ കടവും കടപ്പാടും ഉന്നതമാണെന്ന് ദൈവ തിരുമുൻപിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ മരുഭൂയാത്രയിൽ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കൺകളിൽ നോക്കി ആയിരിക്കട്ടെ. ദൈവകരുണ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ മിശിഹായുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് സകല സമർപ്പിത ജനതയെയും കടാക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ദൈവീക തേജസ് കൊണ്ട് നമ്മളിരിക്കുന്ന ആലയം നിറയട്ടെ, നാം ഓരോരുത്തരും നിറയട്ടെ, കുടുംബങ്ങളും സമൂഹങ്ങളും പ്രേക്ഷിത മണ്ഡലങ്ങളും നിറയട്ടെ, നാം യാത്ര ചെയ്യുന്ന എല്ലാ മേഖലകളും നിറയട്ടെ. വാക്കുകളെല്ലാം പൂക്കളാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ സമർപ്പിതർ ഒരു പടി കൂടെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് അനേകം ആത്മാക്കളെ പ്രാണനോളം വില കൊടുത്ത് നേടിയെടുക്കുവാൻ എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയുള്ളതെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക എന്ന് പറയത്തക്ക വിധം ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉത്സാഹത്തോടെ ഓടി ഓടി ഈ ആത്മഭൂമിയിൽ വചനവിത്ത് വാരി വിതറുവാൻ സകല സമർപ്പിതരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമാണത്. ഇതാ, അന്ന് സുന്ദരികളായ കന്യകളും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ച് വീഴും. അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കുമെങ്കിലും അവർക്ക് വചനം ലഭിക്കുകയില്ല. ഈ കാലഘട്ടത്തിൽ നിന്റെ വചനത്തിൻ്റെ ദൂതുമേന്തി യജമാനൻ ഏൽപ്പിച്ച വേലയുമായി ഞങ്ങൾ ഓരോരുത്തരും ഈ പോർക്കളത്തിലേക്ക് ഇറങ്ങട്ടെ. ഈ സുവിശേഷ വയലിലേക്ക് ഇറങ്ങി ഈ ആത്മഭൂമിയിൽ നിന്റെ വചനവിത്ത് വാരി വിതറി ഈ കാലഘട്ടത്തിൽ ദൈവമേ, നിന്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുവിൻ, ആ വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. ഇറങ്ങുവിൻ, അരിവാളെടുക്കുവിൻ, ഇറങ്ങി ചവിട്ടുവിൻ, കൊയ്ത് കൂട്ടുവിൻ. കർത്താവേ, ഈ ഒരു കാഹളധ്വനി സകല സമർപ്പിതരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കട്ടെ. ദൈവകരുണ ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കെല്ലാവർക്കും ത്രിത്വിക ദൈവത്തെ ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ മണിക്കൂറിനെ ഓർത്തങ്ങി സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. Anointing power, power in the blood of Jesus. Power, power, holy, holy, holy Spirit. Come and overshadow us, the power of the Holy Spirit. Hallelujah, hallelujah, hallelujah. Thank you Jesus, thank you Jesus. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല മഹോന്നതനും ശ്രേഷ്ഠനും ആരാധ്യനുമായ മുഴു മഹത്വം നൽകി ആരാധന, 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 ആരാധന. ജീവിക്കുന്ന ദൈവത്തിന് ആരാധന, രാജാതി രാജാവിന് ആരാധന, ഹൃദയത്തിന്റെ രാജാവിന് ആരാധന, ശ്രേഷ്ഠനും ആരാധ്യനുമായ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവിന് ആരാധന. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദേശവിദേശ
വിദേശങ്ങളിലായിരിക്കുന്ന സകലരെയും അവരുടെ തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ യേശുവേ. ധാരാളം നല്ല ദൈവവിളികൾ കൊണ്ട് തിരുസഭയെ സമ്പന്നമാക്കണമേ. വിളി സ്വീകരിച്ചവർ വിശ്വസ്തയോടെ നിലനിൽക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ. ആത്മാവിന്റെ ഉന്നത അഭിഷേകം കൊണ്ട് സകലരും നിറയട്ടെ, സകലരും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Power in the blood of Jesus. പരിശുദ്ധാത്മാവേ, 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 നിറയണമേ, നിറയണമേ, നിറയണമേ. സുവിശേഷത്തിന്റെ ആരതി ഇറക്കണമേ. ഹല്ലേലൂയ. ഈ സമർപ്പിത ദിനത്തിൽ സുവിശേഷ വേലയ്ക്കുള്ള പ്രേരണ നൽകുവാനോ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ നിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥാ നിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും